ഹായ്, ഇന്ന് ഞാൻ ഒരു വാഫിളിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത്. എല്ലാവർക്കും അറിയാം, ഇപ്പോൾ പലയിടം ട്രിവാൻഡ്രത്തും കിട്ടുന്നുണ്ട് വാഫിൾ. എല്ലാവരും ഐസ്ക്രീം വെച്ചിട്ടും ബനാന, സ്ട്രോബെറി അങ്ങനെ പല ഫ്ലേവറിൽ ടോപ്പിംഗ് വെച്ചിട്ട് കഴിക്കും. ചിലരൊക്കെ വീട്ടിൽ ഉണ്ടാക്കുന്നുണ്ടായിരിക്കും. ഇത് ഞാൻ വാഫിൾ മെഷീൻ ഇല്ലാണ്ട് ഇത് ഉണ്ടാക്കാൻ പറ്റില്ല. പക്ഷേ ഇപ്പോൾ വാഫിൾ പാൻ കിട്ടുന്നുണ്ട്. അത് ഓൺലൈൻ നിങ്ങൾക്ക് വാങ്ങാൻ പറ്റും. അത് കേക്ക് ബേക്ക് ചെയ്യണ മാതിരി വെച്ചിട്ട് ബേക്ക് ചെയ്തെടുക്കാം. അതല്ലെങ്കിൽ ഇതുപോലത്തെ വാഫിൾ മെഷീൻ വേണം. ഇത് ശരിക്കും ഒരു 99 ഞാൻ വാങ്ങിയാണ്. ഏകദേശം 22 വർഷം വരെയായി. എൻ്റെ കല്യാണം കഴിഞ്ഞ് 1 വർഷം കഴിഞ്ഞപ്പോഴാണ് എനിക്കിത് കിട്ടിയത്. ഇതിൻ്റെ പുറകിലൊരു കഥ തന്നെ ഉണ്ട്. കാരണം ഇത് ശരിക്കും എനിക്ക് കിട്ടാനുള്ളതല്ല. ഞാൻ ഒരു വീട്ടിൽ പോയപ്പോഴത്തേക്കും ഹസ്ബൻഡിൻ്റെ ഫാദറിൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ, മോളുടെ വീട്ടിൽ പോയപ്പോൾ ആ കുട്ടി, മിനോലി എന്നാണ് പേര്, ആ കുട്ടി വാഫിൾ ഉണ്ടാക്കിയിരുന്നു. അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അതിൻ്റെ റെസിപ്പി ഞാൻ വാങ്ങി. ഞാൻ ഏത് റെസിപ്പി കണ്ടാലും അപ്പോൾ ഞാൻ എഴുതി വയ്ക്കും. കാരണം കുക്കിംഗ് പഠിച്ചു വരുന്നേ ഉള്ളൂ. സാധാ കുക്കിംഗ് പോലും എനിക്കറിയില്ല. അപ്പോൾ ഞാൻ എഴുതി വെച്ചു. കുറച്ച് ദിവസം കഴിഞ്ഞ് അനിയത്തിയുടെ എൻഗേജ്മെൻറ്റിന് വേണ്ടിയിട്ട് ഞാൻ ശ്രീലങ്കയിൽ നിന്ന് ഇങ്ങോട്ട് വരുന്ന സമയത്ത് എയർപോർട്ടിലെത്തി. അകത്ത് കയറിയതിന് ശേഷം അവർ പറഞ്ഞു സീറ്റില്ല, പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞു. വേറെ ട്രാൻസിറ്റ് പാസഞ്ചേഴ്സിന് കൊടുത്തു പോയി. ഭാഗ്യത്തിന് ഹസ്ബൻഡ് പോയിട്ടില്ലായിരുന്നു. ഞാൻ പിന്നെ വെളിയിലിറങ്ങി. അന്നൊക്കെ 45 മിനിറ്റ് കൊണ്ട് ഇങ്ങനെ എത്തുമെങ്കിലും നമ്മൾ വീട്ടിലെത്തുമ്പോൾ ഏകദേശം 2 മണിക്കൂർ എടുക്കും. അപ്പോഴത്തേക്കും അച്ഛനും അമ്മയൊക്കെ എയർപോർട്ടിൽ പോയി നിന്ന് കഴിഞ്ഞു. അപ്പോൾ ഫോണൊന്നുമില്ലല്ലോ, വീട്ടിൽ ചെന്നാലേ വിളിച്ച് പറയാൻ പറ്റൂ. അവർ എയർപോർട്ടിലെത്തി നോക്കിയിട്ട് ഫ്ലൈറ്റിൽ ആളില്ല. ആകെ വിഷമിച്ചു. പക്ഷേ തിരിച്ചു വന്നപ്പോൾ ഹസ്ബൻഡ് ഫാദറിനോട് ഭയങ്കര ദേഷ്യം വന്നു. അപ്പോൾ ഇങ്ങനെ ശ്രീലങ്കൻ എയർലൈൻസിന് ഞാൻ ഇങ്ങനെ ലെറ്റർ എഴുതി, ഇങ്ങനെ ശരിയല്ല, തനിച്ച് പോകുന്ന ഒരു പെൺകുട്ടി ഇങ്ങനെ അകത്ത് കയറിയതിന് ശേഷം സീറ്റില്ല എന്ന് പറയുന്നത് ഒരു ചീറ്റിംഗ് ആണ് എന്നൊക്കെ പറഞ്ഞ് ലെറ്റർ എഴുതി കംപ്ലൈൻ്റ് ആയിട്ട്. അപ്പോൾ ഭാഗ്യം 1 മാസം കഴിഞ്ഞ് ഞാൻ തിരിച്ചു വന്നപ്പോഴേക്കും എനിക്ക് അതിൻ്റെ ക്യാഷ്, ടിക്കറ്റിൻ്റെ ക്യാഷ് എനിക്ക് അവർ തിരിച്ചു തന്നു. അങ്ങനെ അപ്പോൾ ഡാഡി പറഞ്ഞു, ഇങ്ങനെ അശോക് ഇത് ജയ്ക്ക് എന്തെങ്കിലും വാങ്ങി കൊടുക്കണം, നീ ഇതെടുത്ത് ചിലവാക്കരുതെന്ന് പറഞ്ഞിട്ടാണ് എനിക്ക് എൻ്റെ അടുത്ത് ചോദിച്ചു എന്ത് വേണമെന്ന് ചോദിച്ചാൽ. അപ്പോൾ പറഞ്ഞു, ഞാൻ പറഞ്ഞു ഇങ്ങനെ വാഫിൾ മെഷീൻ വേണം. അങ്ങനെ ശ്രീലങ്കയിൽ നിന്ന് ഇത് വാങ്ങി. അന്ന് തൊട്ട് വല്ലപ്പോഴേ ഉണ്ടാക്കുള്ളൂ. എൻ്റെ മക്കൾക്ക് ഇപ്പോഴാണ് അവർ കൂടുതൽ കഴിക്കാനൊക്കെ തുടങ്ങിയത്. അല്ലെങ്കിൽ വല്ലപ്പോഴും ആരെങ്കിലും എൻ്റെ കസിൻസൊക്കെ വന്നപ്പോഴാണ് ഞാൻ ഉണ്ടാക്കിയത്. പിന്നെ ഓരോ പ്രാവശ്യം എടുക്കുമ്പോഴും എനിക്ക് ടെൻഷനാണ്, ഇത് വർക്ക് ചെയ്യുമോ എന്നുള്ളത്. അപ്പോൾ അന്ന് തന്നെ ഞാൻ വന്നിട്ട് ഈ ബുക്കിൽ, ഇത് 97 ഡയറിയാണ്. ഞാൻ എൻ്റെ കല്യാണം കഴിഞ്ഞ സമയത്ത് ഞാൻ അമ്മയുടെ അടുത്തുനിന്ന് അവിയൽ തോരൻ വരെ ഇതിനകത്തുണ്ട്. അവിയൽ തോരനൊക്കെ ബാക്ക് സൈഡിലാണ് എഴുതി വെച്ചേക്കുന്നത്. ഫ്രണ്ടിലൊക്കെ നല്ല നല്ല റെസിപ്പികൾ വയ്ക്കും. പക്ഷേ ഇതിനകത്തൊന്നുമില്ല, കുറച്ച് റെസിപ്പീസേ ഉള്ളൂ. എന്നാൽ ഇതും എടുത്താണ് ഓരോ സ്ഥലത്ത് പോകുമ്പോഴും ഇതും കൊണ്ടുപോകും. ഇതില്ലെങ്കിൽ എനിക്കെന്തോ കോൺഫിഡൻസ് പോവാം. ഇത് കണ്ടു കഴിഞ്ഞാൽ ഒരു എന്തോ പറയാൻ, ഒരു പുരാവസ്തുവിന് കൊടുക്കണ മാതിരി ഓരോ പേജും ഇങ്ങനെ ഇളകി വരാൻ തുടങ്ങി. എന്നാലും ഈ ഡയറി കളയാൻ എനിക്ക് തോന്നില്ല. ഇപ്പോൾ മാറ്റി എഴുതാനുള്ള ക്ഷമയുമില്ല. അപ്പോൾ നമുക്കിന്ന് വാഫിളിൻ്റെ കൂടെ ഒരു കാരമൽ സോസ് കൂടി കാണാം. ബനാന കാരമൽ സോസ്. ഞാൻ സ്ട്രോബെറി നോക്കിയിട്ട് കിട്ടിയില്ല. അങ്ങനെയാണ് ഞാൻ ബനാന വിത്ത് കാരമൽ സോസ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ കാരമൽ സോസിൻ്റെ റെസിപ്പിയും കൂടി ഇന്ന് ഞാൻ കാണിക്കാം. നമുക്ക് റെസിപ്പിയിലേക്ക് പോവാം. നമുക്ക് ആദ്യം കാരമൽ സോസ് ഉണ്ടാക്കണ കാണാം. ഇത് ഒരു 100 ഗ്രാം, ഏകദേശം 100 ഗ്രാം ഷുഗറാണ്. അത് നമുക്ക് ആദ്യം പാനിലേക്ക് ഇടാം. ഇത് ഇങ്ങനെ ചെറിയ തീയിലിട്ട് അതിനെ പതുക്കെ ഉരുക്കി ഒരു ഗോൾഡൻ കളറാവുമ്പോൾ നമുക്ക് കുറച്ച് സോൾട്ട് ചെയ്ത്, ഈ കാരമൽ സോസ് ഒത്തിരി സോൾട്ടി ടേസ്റ്റ് ആണെങ്കിലാണ് ടേസ്റ്റ്. അപ്പോൾ ഒരു നുള്ളു സോൾട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. ചിലർ 1/2 ടീസ്പൂൺ വരെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിൽ വേണ്ടത് കുറച്ച് ബട്ടറും പിന്നെ വിപ്പിംഗ് ക്രീമുമാണ് വേണ്ടത്. നമുക്കാദ്യം ഷുഗർ ഒന്ന് കാരമലൈസ് ചെയ്തെടുക്കാം. ഷുഗർ ഒരുമാതിരി കളർ മാറി മെൽറ്റ് ചെയ്ത് വരുന്നുണ്ട്. അപ്പോൾ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. അല്ലെങ്കിൽ അടിയിൽ ബ്രൗൺ കളറും പുറത്ത് വൈറ്റ് ആയിട്ടിരിക്കും. കുറച്ചൊന്ന് ഇളക്കി കൊടുക്കണം. പിന്നെ അങ്ങ് ഉരുകിക്കോളും. ഷുഗർ നന്നായിട്ട് ഉരുകി വരുന്നുണ്ട്. അത് കളർ മാറി തുടങ്ങി. ഇനി ചെറിയ തീയിലേ ഇടാവുള്ളൂ, അല്ലെങ്കിൽ അതങ്ങ് കരിഞ്ഞു പോവും. പ്രത്യേകിച്ച് ഇങ്ങനത്തെ കറുത്ത പാനാകുമ്പോൾ നമുക്ക് അങ്ങനെ അറിയാൻ പറ്റില്ല. അത് ഇങ്ങനെ കളർ മാറുന്ന, വെള്ള കളറാണെങ്കിൽ നമുക്ക് അറിയാൻ പറ്റും കളർ മാറുന്ന. അത് സൂക്ഷിക്കണം. ഇതിലിപ്പോൾ നമുക്ക് ഒരു നുള്ളു ഉപ്പിട്ട് കൊടുക്കാം. കറക്റ്റ് ആ കളർ കിട്ടുമ്പോൾ നമുക്ക് അതിലേക്ക് ബട്ടർ ചേർക്കാം. ബട്ടർ ചേർക്കുമ്പോൾ സൂക്ഷിക്കണം, ദേഹത്ത് തെറിക്കാണ്ട്. ഇനി ഇതിലേക്ക് ഒരു 50 ഗ്രാം വേണ്ട, അതിലേക്കാൾ ഒരു 2-3 ഒരുപാട് ബട്ടർ ഇടണ്ട,
ഇത്രയും ബട്ടർ ഞാൻ ഇടുന്നുണ്ട്. ബട്ടർ നന്നായിട്ട് ഉരുകി കഴിയുമ്പോൾ ഇതിലേക്ക് നമുക്ക് സാദാ ക്രീം അല്ലെങ്കിൽ വിപ്പിംഗ് ക്രീം ഏതെങ്കിലും ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് വിപ്പിംഗ് ക്രീം ചേർത്ത് കൊടുക്കാം. നല്ല ചൂടാണ്. ഇതൊരു 200 ml വരും ക്രീം. ക്രീം ചേർക്കുമ്പോൾ കുറച്ച് ക്രിസ്റ്റലൈസ് ആയി തോന്നും. അത് കുറച്ച് കഴിയുമ്പോൾ അങ്ങ് ഉരുകിക്കോളും. ഇത് നന്നായിട്ട് തിളച്ച് പതഞ്ഞ് വരുന്നുണ്ട്. ഇത് ഇത്തിരി തണുത്തതിന് ശേഷം വേണമെങ്കിൽ കുറച്ച് വാനില എസൻസ് ചേർക്കാം. വേണ്ടാത്തവർ ചേർക്കണ്ട. ഇതിപ്പോൾ നല്ലൊരു കളറായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഓഫ് ചെയ്യാം. വേണമെങ്കിൽ തണുത്ത ശേഷം കുറച്ച് വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഇൻഗ്രീഡിയൻസ് 2 കപ്പ് മാവ്, ഏകദേശം 250 ഗ്രാം. 2 കപ്പും കുറച്ചുകൂടെ ഉണ്ട്. 250 ഗ്രാമാണ്. ഏകദേശം 2 കപ്പും ഒരു ഇത്തിരി കൂടി ഉണ്ടാവും. പിന്നെ ഒരു 3 ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ 2 ടേബിൾ സ്പൂൺ മധുരം കുറച്ച് മതി എന്നുള്ളവർക്ക് 2 ടേബിൾ സ്പൂൺ ഷുഗർ, ഒരു 3 മുട്ട, പിന്നെ ബേക്കിംഗ് പൗഡർ ഒരു 2 ടീസ്പൂൺ, ഒരു 1/2 ടീസ്പൂൺ ഉപ്പ്, പിന്നെ മെൽറ്റഡ് ബട്ടർ അതൊരു 50 ഗ്രാം, ഏകദേശം 50, ഒരു 1/4 കപ്പ് വരുന്ന അത്രയും വേണം. ഇത്രയുമാണ് ചേർക്കേണ്ടത്. നിങ്ങൾക്ക് മെൽറ്റഡ് ബട്ടർ കുറച്ചുകൂടി ചേർക്കാം. വേണമെങ്കിൽ ഒരു 1/3 കപ്പ് ഓയിലോ അല്ലെങ്കിൽ ബട്ടറാണ് ടേസ്റ്റ്. ഓയിൽ വേണമെങ്കിലും ചേർക്കാം. നമുക്ക് ആദ്യം മാവിലേക്ക് ബേക്കിംഗ് പൗഡറും സോൾട്ടും ഇട്ട് കൊടുക്കാം. ഷുഗർ ഒരു 3 ടേബിൾ സ്പൂൺ ഞാൻ എടുത്തു. എനിക്ക് മധുരം കുറച്ച്, കുട്ടികൾക്ക് കുഴപ്പമില്ല മധുരം ഇട്ടാൽ. ചിലർക്ക് മധുരം അത്ര ഇഷ്ടമുണ്ടാവില്ല. ഇത് ബേക്കിംഗ് പൗഡർ ഒരു 2 ടീസ്പൂൺ. ചിലർ ഒരു ടേബിൾ സ്പൂൺ വരെ ചിലർ ചേർക്കും. ഞാനിപ്പോൾ 2 ടീസ്പൂണേ ചേർക്കുന്നുള്ളൂ. നമ്മുടെ മുട്ടയിലും ഈ ബട്ടറിലുമൊക്കെയാണ് അതിൻ്റെ ആ ക്രിസ്പി ആയിട്ട് വരുന്നത്. മുട്ട നമ്മൾ പാൻ കേക്കിൻ്റെ സെയിം ഇൻഗ്രീഡിയൻസ് ആണെങ്കിലും ഉണ്ടാക്കുന്നതിന് കുറച്ച് വ്യത്യാസമുണ്ട്. മുട്ടയുടെ വെള്ളയും മഞ്ഞയും പ്രത്യേകം ആണ്. വെള്ള ബീറ്റ് ചെയ്ത് ചേർക്കണം, എന്നാലേ അതിന് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇത് 3ഉം ഇട്ടു. നമുക്കതിനൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് മുട്ടയുടെ വെള്ളയും മഞ്ഞയും സെപ്പറേറ്റ് ചെയ്തു. ഇത് മാറ്റി വയ്ക്കാം. ഇതൊന്ന് ബീറ്റ് ചെയ്തെടുക്കേണ്ടതാണ്. നല്ല സ്റ്റിഫായിട്ട് ബീറ്റ് ചെയ്തെടുക്കണം. ഇനി നമുക്ക് ബട്ടർ ഇതിലേക്ക് ചേർക്കാം. ഞാൻ ഈ ബൗള് ഇങ്ങനെ തന്നെ വെച്ചേക്കുകയാണ്. ഇതിൻ്റെ വാഫിൾ മേക്കറിൻ്റെ അകത്ത് കുറച്ചൊന്ന് ബട്ടർ തേക്കാനുണ്ട്. അപ്പോൾ ഇതിനകത്തേക്ക് ബ്രഷ് വെച്ചിട്ട് തേച്ച് കൊടുക്കാം, അല്ലെങ്കിൽ തുണി വെച്ചിട്ട് തേച്ച് കൊടുക്കാം. ഇത് ഒന്ന് അടിച്ചിട്ട് പിന്നെ പാല് കുറേശ്ശെ ചേർത്ത് കൊടുക്കാം. പാല് തന്നെ ചേർക്കണം. ഞാൻ വാനില എസൻസ് മറന്നുപോയി പറയാൻ. വാനില എസൻസ് 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. ഇനി ഈ മാവ് മിക്സ് ചെയ്ത് വെച്ചിരുന്നത്, ബേക്കിംഗ് പൗഡറും സോൾട്ടും ഷുഗറും വെച്ചിട്ട് മിക്സ് ചെയ്ത് വെച്ചിരുന്നത് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് അതിൻ്റെ കറക്റ്റ് ആ കൺസിസ്റ്റൻസി വരുന്നവരെ നമ്മൾ പാലൊഴിച്ച് മിക്സ് ചെയ്ത് കൊടുക്കണം. ഏകദേശം 500 ml മുകളിൽ പാല് ഞാൻ എടുത്തിട്ടുണ്ട്. മിക്സ് ചെയ്ത് നോക്കുമ്പോൾ നമുക്കറിയാൻ പറ്റൂ. മാവ് ഒരുപാട് ബീറ്റ് ചെയ്യരുത്. ഇങ്ങനെ
ഇങ്ങനത്തെ തടിത്തവിയോ എന്തെങ്കിലും വെച്ച് മിക്സ് ചെയ്ത് കൊടുത്താലും മതി. മിക്സിയിലിട്ടൊന്നും അടിച്ച് കളയരുത്. കുറച്ച് ലൂസായിട്ടിരുന്നാലും നമ്മൾ മുട്ടയുടെ വെള്ള ചേർക്കുമ്പോഴേക്കും അതൊന്ന് കട്ടിയാവും. ഒത്തിരി കട്ടിയായാലും കൊള്ളില്ല, ഒത്തിരി ലൂസായിരിക്കും. ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞു. ഒട്ടും കട്ടയില്ലാതെ ഒന്ന് മിക്സ് ചെയ്തു. ഇത്ര 2 കപ്പ് പാലിൽ കൂടുതൽ ഞാൻ എടുത്തായിരുന്നു. ഇപ്പോൾ ഇത്രയും ബാക്കി വന്നിട്ടുണ്ട്. ഏകദേശം ഒരു 3/4 കപ്പ് ബാക്കി വന്നിട്ടുണ്ട്. ഇത്രയും മതിയായിരുന്നു. നിങ്ങൾ മിക്സ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എത്രയാണോ ആവശ്യം അത്രയും വെച്ചിട്ട് മിക്സ് ചെയ്യണം. അപ്പോൾ ഞാൻ എഗ് വൈറ്റ് ബീറ്റ് ചെയ്തെടുത്തു. ആദ്യം കുറച്ചിട്ട് മിക്സ് ചെയ്തിട്ട് പിന്നെ ബാക്കി ഇടാം. ഈ മുട്ടയുടെ വെള്ള പതച്ച് ചേർക്കേണ്ടത് അത്യാവശ്യമാണ്. അത് അങ്ങനെ നിങ്ങൾ ഇതുപോലത്തെ ഒരു വയർ വിസ്ക് വെച്ചിട്ട് വേണമെങ്കിൽ അത് അടിച്ച് ചേർക്കണം. ആ മുട്ടയുടെ വെള്ളയിലാണ് അതിങ്ങനെ നല്ല ക്രിസ്പി ആയിട്ട്, ഉള്ളിൽ സോഫ്റ്റ് ആയിട്ടും വെളിയിൽ ക്രിസ്പി ആയിട്ടും വരുന്നത്. അഥവാ നിങ്ങളുടേത് കുറച്ച് സോഫ്റ്റായി പോയാലും ഇരിക്കുമ്പോൾ ഒരു കുറച്ച് സമയം കൊണ്ട് അത് സോഫ്റ്റായി പോകും. അങ്ങനെ സോഫ്റ്റായി പോയാലും നിങ്ങൾ ഓവനകത്ത് വെച്ചൊന്ന് ഒരു കുറച്ച് സമയം ഒന്ന് ചൂടാക്കി എടുത്താലും മതി. നമ്മുടെ കേക്ക് ബേക്ക് ചെയ്യുന്ന ഓവനകത്ത് കുറച്ചൊന്ന് ചൂടാക്കുമ്പോൾ അത് നല്ല ക്രിസ്പിയായി കിട്ടും. നിങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റിന് വേണമെങ്കിൽ, അല്ലെങ്കിൽ ഏതെങ്കിലും സമയത്ത് കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കണം, നിങ്ങൾ വീട്ടിലില്ല, ഓഫീസിൽ പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ ഉണ്ടാക്കി സിപ്ലോ കവറിലാക്കി ഫ്രീസറിൽ വെക്കണം. കുട്ടികൾക്ക് പറഞ്ഞേക്കണം 2 മണിക്കൂർ മുമ്പ് വെളിയിലെടുത്ത് വെച്ചിട്ട് സാൻഡ്വിച്ച് ടോസ്റ്ററിനകത്ത് വെച്ചിട്ട് അതിനെ ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കാൻ. ഒരല്പസമയം ടോസ്റ്റ് ചെയ്താൽ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും. അങ്ങനെ നമുക്ക് നേരത്തെ ഉണ്ടാക്കി വയ്ക്കാം. നമ്മുടെ വാഫിൾ മേക്കർ ഞാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. നല്ല ചൂടായി, ലൈറ്റ് ഓഫായി. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് ബട്ടർ തൂത്ത് കൊടുക്കാം. കാരണം ഇത് കുറച്ച് പഴയതാണ്, അപ്പോൾ അങ്ങനെ എളുപ്പം ഇളകി വരില്ല. 1-2 പ്രാവശ്യം ആകുമ്പോൾ ശരിയായി വരും. ആദ്യമായിട്ട് ഉണ്ടാക്കുമ്പോഴും നിങ്ങൾ നോൺ സ്റ്റിക്ക് ആണെങ്കിൽ പോലും ബട്ടർ കുറച്ചും തൂത്ത് കൊടുക്കണം. ഇല്ലെങ്കിൽ ചിലപ്പോൾ സൈഡിൽ നിന്നൊക്കെ ഇളകി വരാൻ ബുദ്ധിമുട്ടാവും. കൂടിപ്പോയാലും ഇതിൻ്റെ സൈഡിൽ കൂടി വെളിയിൽ വരും. അതുകൊണ്ട് മാവ് കൂടിപ്പോയരുത്. നടുക്ക് 2 സൈഡിൽ ഒഴിച്ചോളൂ. നമ്മുടെ ആദ്യത്തെ വാഫിൾ റെഡിയായി. നല്ല ക്രിസ്പി ആയിട്ടുള്ളതാണ്. അടുത്തും റെഡിയായി. സപ്പോസ് ഇത് ക്രിസ്പി അല്ലാതായി കുറച്ച് സമയം കഴിയുമ്പോൾ സോഫ്റ്റായി പോകും. അങ്ങനെ ആയിപ്പോവാണെങ്കിൽ ഇതിനകത്ത് തന്നെ ഒരു അല്പസമയം വെച്ചാൽ ക്രിസ്പിയായി കിട്ടും. ഇത് നമുക്ക് ഡെക്കറേറ്റ് ചെയ്യണം എങ്ങനെയെന്ന് നോക്കാം. ആദ്യം നമുക്കിതിലേക്ക് ബനാന പഴം അരിഞ്ഞു വെച്ചതിനെ പിന്നെ അറേഞ്ച് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ കൂടുതൽ വയ്ക്കാം. ഞാനിപ്പോൾ കുറച്ചേ വയ്ക്കുന്നുള്ളൂ. ഇനി ഐസ്ക്രീം. ഇനി ഇതിൻ്റെ പുറത്ത് നമ്മളുണ്ടാക്കിയ കാരമൽ സോസ് ഒഴിച്ചു കൊടുക്കാം. നിങ്ങൾക്ക് സ്ട്രോബെറി ഉണ്ടെങ്കിൽ സ്ട്രോബെറി വയ്ക്കാം. ചോക്ലേറ്റ് സോസ് വേണമെന്നുള്ളവർക്ക് ചോക്ലേറ്റ് ഒഴിക്കാം. പിന്നെ ഞാൻ പിസ്ത സോസ് വെച്ചും കഴിച്ച ഒരു സ്ഥലത്ത് നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമ്മുടെ വാഫിൾ റെഡിയായി. നല്ല മണമാണ്. ഈ കാരമൽ സോസിൻ്റെ മണം നല്ല മണമാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യണം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം. അപ്പോൾ എല്ലാവരും ഇത് കാണുമെന്ന് വിചാരിക്കുന്നു. നമുക്ക് അടുത്തൊരു നല്ലൊരു വീഡിയോയുമായി കാണാം. ബൈ.